ഇവിടെ സെഷന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെയാണ് മനസ്സിലാക്കി? ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിശ്ചാരങ്ങളും പറയാം. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം മടിയൊക്കെ മാറ്റണം. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? പറഞ്ഞു ഖുർആനിലെ രണ്ട് തരത്തിലുള്ള ആയത്തുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒന്നെന്തായിരുന്നു? ഒന്നാമത്തെ ആയത്ത് ഏതാണ്? ഓക്കെ പറയും. എന്താണ് രണ്ടായത്തുകളൊക്കെ? ഒന്ന് ഖുർആൻ ഉപയോഗിച്ച ആയത്തുകൾ എന്തിനെ കുറിച്ചാണ് ആയത്ത് പറഞ്ഞത്? ഉറക്കെ പറയും. പ്രപഞ്ചത്തെ കുറിച്ച്. പിന്നെ ഖുർആന്റെ ആയത്തുകളെ കുറിച്ച് അല്ലെ? ഓക്കെ. ഖുർആന്റെ ദൈവികത എന്നുള്ളതാണ് നമ്മുടെ വിഷയം. നമ്മള് ഖുർആന്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ പരാമർശിച്ചിട്ടുള്ള ഒരുപാട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു അല്ലെ? ഖുർആൻ അള്ളാഹു ഇറക്കിയതാണ് എന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ തെളിവ് നിങ്ങൾ ഒന്ന് പോയിന്റായിട്ട് നോട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ പിന്നീട് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയിട്ടോ സെർച്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ പറ്റും. ഒന്നാമത്തെ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്ന് വെച്ചാല് ഖുർആൻ സ്വയം ദൈവിക ഗ്രന്ഥമാണ് എന്ന് അവകാശപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. വേറൊരു ലോകത്തിലൊരു വേദഗ്രന്ഥവും ഇത് അള്ളാഹുവിന്റേതാണ് അല്ലെങ്കിൽ ദൈവം ഇറക്കിയതാണ് എന്നുള്ളത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ ചെയ്തില്ല, അവകാശപ്പെടുന്നില്ല പൂർണ്ണമായിട്ടും. പക്ഷെ ഖുർആൻ എന്ത് ചെയ്യുന്നു? സ്വയം ദൈവിക ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. തൻസീലും മിൻ റബ്ബിൽ ആലമീൻ എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ തൻസീലുൽ അസീസ് റഹീം അല്ലേ? യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ. പിന്നെ അലാ സിറാത്തിൻ മുസ്തഖീം. എന്താ അതായത് പ്രതാപവാനും കാരുണ്യവാനുമായ അല്ലാഹു അവതരിപ്പിച്ചതാണെന്ന് ഖുർആൻ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കി പറയുന്നു എന്നുള്ളതാണ് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തത് നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. ലോകാവസാനം വരെ അത് അള്ളാഹു സംരക്ഷിക്കും, അത് അതേ രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നതിന്റെ രണ്ടാമത്തെ തെളിവ്. അതിനാണ് നേരത്തെ പറഞ്ഞ ആയത്ത് ഒന്നുകൂടി നോട്ട് ചെയ്യാം. പിന്നെ ഇസ്രായേൽ ഞാൻ പറഞ്ഞു തോന്നുന്നു. സൂറത്തുൽ ഹിജ്ർ ഖുർആനിലെ 15ാമത്തെ സൂറത്തായ സൂറത്തുൽ ഹിജ്റിലെ 9ാമത്തെ ആയത്തിലാണ് അല്ലാഹു പറയുന്നത് നാമാണ് ഈ ഗ്രന്ഥം ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുക ചെയ്യും എന്ന് അല്ലാഹു പറയുന്നു. അപ്പോ ഒന്ന് ഖുർആൻ സ്വയം ദൈവിക ഗ്രന്ഥമാണെന്ന് അവകാശപ്പെടുന്നു. രണ്ടാമത്തേത് ഖുർആനെ സംരക്ഷണം ചെയ്യുന്നു, അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. ചരിത്രത്തിൽ ഉൾപ്പെടുത്തിയാലോ നമുക്ക് ആ ഖുർആന്റെ സംരക്ഷണം നിർവഹിച്ച കാര്യങ്ങൾ കാണാൻ കഴിയും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എന്ത് ചെയ്യുന്നു? മനപ്പാടാക്കുന്ന സഹാബികളുണ്ടായിരുന്നു അല്ലെ? ആ മനപ്പാടാക്കുന്ന സഹാബികളുടെ ഒരുപാട് ആളുകൾ ഒരു സമയത്ത് മരണപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായി. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഖുർആൻ ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് നാമാവശേഷമാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അത് എന്ത് ചെയ്ത് അന്ന് അവതരിപ്പിക്കുന്ന അതേ കാലത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷെ ആ എഴുതി വെച്ചത് പിന്നെ ക്രോഡീകരിച്ചില്ല. അല്ലെങ്കിൽ ഒരു ചട്ടക്കുള്ളിൽ രണ്ട് പുറംചട്ടക്കുള്ളിൽ പുസ്തക സ്വഭാവത്തിലേക്ക് ക്രോഡീകരിക്കുന്നത് ആരാണ്? പറയാൻ പറ്റും ആരെങ്കിലും ഖുർആൻ പിന്നെ
സൂറത്തും ആയത്തും തമ്മിൽ ക്രമീകരിച്ചു തരാം. ഖുർആൻ ഇന്ന് കാണുന്ന രീതിയിലുള്ള ആയത്തിന്റെയും സൂറത്തിന്റെയും ക്രമം നിശ്ചയപ്പെടുത്തിയത് ആരാണ്? പറയാൻ പറ്റില്ല. കൈയൊട്ടി പറയാം. ആരാണ്? അബൂബക്കർ. പറഞ്ഞോ ഇന്നത്തെ ഓർഡർ നിശ്ചയിച്ചു തരാം. ഉസ്മാൻ. പറഞ്ഞോ ആരാണ്? തെറ്റാണ്. ആർക്കും ഉത്തരല്ല. ഖുർആൻ ഇന്ന് കാണുന്ന ആ ഫോർമാറ്റ് നിശ്ചയിച്ചത് ആരാണ്? അള്ളാഹുവാണ്. അപ്പോ ഖുർആൻ ക്രോഡീകരിച്ചത് ഖുർആൻ ഇന്ന് കാണുന്ന ആയത്ത് സുഹൃത്ത് ക്രമം നിശ്ചയിച്ചിരിക്കലും എന്ന് പറയുന്നത്. അപ്പോ ചെയ്തെന്ന് വെച്ചാൽ ഇത് രണ്ട് പുറംചട്ടക്കുള്ള ഇന്ന് കാണുന്ന ബിസിനസ് സ്വഭാവത്തിന് അതെന്താക്കി ബുക്കാക്കിയിട്ട് മാറ്റാൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് ആരുടേതാ മറക്കരുത്. അപ്പോ ചെയ്തത്. അപ്പൊ ഖുർആനെ ക്രോഡീകരണം ശരിക്കും നടത്തിയതാണ് ജിബ്രീൽ മുഖേന അള്ളാഹു തന്നെയാണ് കേട്ടോ. രണ്ടാമത്തത് ഈ പറയുന്ന രീതി രണ്ട് പുറംചട്ടക്കുള്ളിൽ ഇത് സമാഹരിച്ചത് ആരാണ്? അബൂബക്കറിന്റെ കാലത്താണ്. ഓക്കെ. അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കോപ്പി എടുത്തിട്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ഖലീഫയാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പിന്നീട് ലോകത്ത് ഉടനീളം ആ ഖുർആൻ ഇപ്പോഴും ചെയ്തു അതേ രൂപത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഖുർആന്റെ ദൈവികതയ്ക്ക് വളരെ പ്രധാനപ്പെട്ട തെളിവ്. നമ്മുടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്. മൂന്നാമത്തെ തെളിവ് എന്താണ്? ഖുർആൻ യാതൊരുവിധ വൈരുദ്ധ്യങ്ങളില്ല എന്നുള്ളതാണ്. ഖുർആനിലൊരു കോൺട്രാഡിക്ഷനും എററുകളും വൈരുദ്ധ്യങ്ങളും ഇല്ല. ഖുർആൻ ഇപ്പോ നമ്മളൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഒരാളെ പുസ്തകം എഴുതി, ഒരാളെ പുസ്തകം എഴുതി, ആ പുസ്തകങ്ങൾ എഴുതി ലോകത്ത് വിജ്ഞാനം ഇങ്ങനെ വർദ്ധിക്കുന്നു. കുറെ കാലം പല സമയത്തായിട്ട് എഴുതുന്നു. ഒരു 23 കൊല്ലം കൊണ്ട് എഴുതിയ ഒരു പുസ്തകത്തില് ലോകത്തിന്റെ പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട്, പ്രപഞ്ചത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? കാരണം കഴിഞ്ഞ ലോകത്തെയല്ല പുതിയ ഉണ്ടാകുക. ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ ലോകം മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ലോകത്തിന്റെ ശാസ്ത്രജ്ഞർക്ക് എന്ത് ചെയ്യും? ഇടക്കിടക്ക് മാറും, പല അബദ്ധങ്ങൾ തിരുത്തുകയൊക്കെ ചെയ്യും. പക്ഷെ 23 കൊല്ലം കൊണ്ട് അവതരിച്ച ഖുർആനിലെത്തില്ല ഒരു വൈരുദ്ധ്യങ്ങളും ഇല്ല. മാത്രമല്ല ഈ 23 കൊല്ലം കൊണ്ട് പിന്നെ ഖുർആനിലെ പല സമയങ്ങളിലായിട്ട് അവതരിപ്പിച്ചു, പല സന്ദർഭങ്ങളിലാണ് അവതരിപ്പിച്ചത്. പക്ഷെ ഈ പ്രപഞ്ചത്തെ കുറിച്ചോ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചോ വേറെ അല്ലെങ്കിൽ ഖുർആൻ പരാമർശിക്കുന്ന ആയിരക്കണക്കിന് കാര്യങ്ങൾ തമ്മിൽ എന്തില്ല, എവിടെയും എന്തില്ല വൈരുദ്ധ്യം. മനസ്സിലായില്ലേ? ഇവിടെ ഒന്ന് പറയാം, അപ്പുറത്ത് പറയാം, അങ്ങനെ ഖുർആനിൽ എവിടെയും ഉണ്ടോ? ഇല്ല. അപ്പൊ അത് അള്ളാഹുവിന്റേതാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ഇത് ഖുർആൻ പറയുന്നുണ്ടോ? അല്ലേ? ഇതൊരു പ്രൂഫായിട്ട് ഖുർആൻ പറയുന്നുണ്ടോ? എവിടെയാണെങ്കിൽ പറയാൻ പറ്റില്ല. സുഹൃത്താണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഏത് സുഹൃത്തിലാണ്? അങ്ങനെ പറയാൻ പറ്റുമോ? വെറുതെ പറഞ്ഞോ. അങ്ങനെ പറയാം. കേട്ടില്ല? നിസാവോ? ക്വസ്റ്റ്യൻ മനസ്സിലായി? ഖുർആൻ അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നത് എവിടെയാണ് പറയുന്നത്? സൂറത്തുൽ നിസായിലെ ഖുർആനിലെ 4ാമത്തെ സൂറത്തായിട്ട് സൂറത്തുൽ നിസായിലെ 82ാമത്തെ ആയത്തിലാണ് കാര്യം പറയുന്നത്. എന്ത്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. നിങ്ങൾ എന്തുകൊണ്ട് ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ല? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. അതെങ്ങാനും അള്ളാഹുവിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിൽ നിന്നാണ് തെളിവാണ് ഖുർആനിൽ എന്തില്ല, വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ. അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാല്, നാലാമത്തെ പോയിന്റ് ആണ് ഖുർആന്റെ ഭാഷ സൗന്ദര്യം. ഖുർആന്റെ ആ അറബി ഭാഷയിലുള്ള ഖുർആന്റെ മനോഹരമായിട്ടുള്ള ആവിഷ്കാരം, ഖുർആന്റെ ഭാഷാപരമായിട്ടുള്ള അതിന്റെ പ്രത്യേകത. അതാണ് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതിന്റെ മറ്റൊരു തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം ലോകത്ത് ഈ ഒരു ഖുർആന്റെ ആ ഒരു അമാനുഷികതയ്ക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഖുർആന്റെ ഭാഷ. നമുക്ക് ഏത് ലോകത്തുള്ള ഭാഷ എടുത്ത് നോക്കി കഴിഞ്ഞാലും ആ ലോകത്തിലെ ആ ഭാഷയിലെ സാഹിത്യങ്ങൾ കുറെ കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും? ഔട്ട്ഡേറ്റ് ആവും. പക്ഷെ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് അറബി ഭാഷയിൽ ഉന്നതമായി നിന്നിരുന്ന ഒരു സാഹിത്യമാണ് ഏത്? ഖുർആൻ. ഇന്നും ഖുർആനേക്കാൾ വലിയ സാഹിത്യം അറബിയിലുണ്ടോ? ഇല്ല. കാരണം അതിന്റെ ഓരോ വാക്കും ഓരോ അക്ഷരങ്ങളും
അത്യധികം വിധം ക്രോഡീകരിച്ച ഒരു മനോഹരമായിട്ടുള്ള ഒരു കാവ്യം പോലെ അല്ലെങ്കിൽ ഒരു വിധം പോലെ താളം പോലെ ചെയ്യുന്നു നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് ഖുർആന്റെ സാഹിത്യപരമായിട്ടുള്ള മേന്മയുടെ പ്രത്യേകതകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഖുർആന്റെ ആ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ചെയ്യുന്നത് ഖുർആനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത്, ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമുക്ക് കരഞ്ഞു പോകാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഇതാ ദുഃഖറല്ലാഹു വജ്ലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു വസാദതുഹും ഈമാന എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആന്റെ ആ മാസ്മരിക ശക്തിയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ശത്രുക്കൾ പോലും ഈ ഒരു മാസ്മരികതയിൽ വീണിരുന്നു. അല്ലെ? ആ സംഭവം അറിയാം. ഒരിക്കലും പ്രവാചകൻ പകലും തീയും ഖുർആൻ ശരിയല്ല പിന്നെ പ്രവാചകൻ കെട്ടിണ്ടാക്കിയതാണെന്നൊക്കെ ആരംഭിച്ച് രാത്രി എന്ത് ചെയ്യും ഒഴിഞ്ഞു അറിയാതെ എന്ത് ചെയ്യും ഖുർആൻ കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വിശ്വാസികളല്ലാത്ത ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു പിന്നെ ഇതേപോലെ പകരം തീയതി ഖുർആനെ കുറിച്ചൊക്കെ രാത്രി വന്നിട്ട് ഇവര് ഖുർആൻ കേൾക്കാൻ വേണ്ടി വരും. അങ്ങനെ പരസ്പരം തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്താണെങ്കിലും ഇങ്ങനെ ഖുർആൻ അവരെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചിരുന്നു. ഖുർആന്റെ ചില ആയത്തുകൾ അവിശ്വാസികളായ ആളുകൾ പോലും സുജൂദ് ചെയ്ത സന്ദർഭങ്ങളുണ്ടായി. ഇന്നും ലോകത്ത് ഖുർആന്റെ പല വാക്യങ്ങളും കേട്ടിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരടക്കം ഖുർആന്റെ ആ ഒരു വശ്യതയിൽ പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കരയുന്ന അത്രത്തോളം ആ മനസ്സിനെ പിടിച്ചു നിൽക്കുന്ന ഒരു വിശുദ്ധ വേദഗ്രന്ഥമായിട്ട് ഖുർആനെ കാണാൻ കഴിയും. മനസ്സിലായില്ലേ? അതോടൊപ്പം തന്നെ ഖുർആൻ നടത്തുന്ന മറ്റൊരു സംഗതി എന്താ വെച്ചാൽ ഖുർആൻ നടത്തുന്ന വെല്ലുവിളികൾ. ഖുർആൻ ദൈവികതയിലെ ഏറ്റവും വലിയ ഒരു തെളിവിൽപ്പെട്ടതാണ് ചെയ്യുന്നത്. ഖുർആൻ ഒരുപാട് വെല്ലുവിളികൾ നടത്തുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗ്രന്ഥം ഇതിന് സമാനമായിട്ടൊരു ഖുർആനെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. മനസ്സിലായോ? ഇതിന് സമാനമായിട്ടൊരു ഖുർആൻ. ഇപ്പോ ഖുർആനെ പോലെ നമുക്ക് ഇനിയും അതേപോലെ സാഹിത്യം ഉണ്ടാക്കാൻ ലോകത്ത് കഴിയുന്നെങ്കിൽ ഇപ്പോഴും എഴുതിക്കൂടെ? അപ്പൊ പിന്നെ ഖുർആൻ തെറ്റാണെന്ന് സമർത്ഥിക്കുന്ന സുഖല്ലേ? ഒന്ന് മലയാളത്തിലെ നോവൽ എഴുതി അതിനേക്കാൾ നല്ല നോവൽ എഴുതിയാൽ അതിന്റെ പ്രസിദ്ധി പോലെ ഒരാളെ പുസ്തകം എഴുതിയിട്ട് പറയണേ ഇതിനേക്കാൾ ഇത് എന്ത് ചെയ്യണേ പടച്ചവൻ തിരക്കിയതാണ്. ഇതിനേക്കാൾ നിങ്ങൾക്കൊരു മഹത്തായ ഗ്രന്ഥം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഖുർആൻ അള്ളാഹുവിന്റെ നല്ലതെല്ലാം തെളിയിക്കാൻ ഏറ്റവും സുഖമുള്ള കാര്യമാണ്. പക്ഷെ ഇന്നേ വരെ ആർക്കെങ്കിലും എഴുതാൻ കഴിയുന്നു ഖുർആനെ പോലൊരു ഗ്രന്ഥം ഉണ്ടാവില്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റുകളായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം. ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 88-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഇതിനെ സമാനമായിട്ടൊരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇതിന് സമാനമായിട്ടൊരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നു. അപ്പോ ലോകത്ത് ആര് വെക്കണ്ടാലും കഴിയില്ല. പിന്നെയും ആ ഒന്നുകൂടി ലഘൂകരിച്ചു കൊടുത്തു. ഖുർആന്റെ അത്ര കൊണ്ടുവരണ്ട, ഒരു 10 സൂറത്തെങ്കിലും കൊണ്ടുവരുമെന്ന് ചോദിക്കുന്നു. ഒരിടത്ത് സൂറത്ത് ഹൂദിലെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് സൂറ എന്ന് പറഞ്ഞിട്ട് അതിൽ 10 സൂറത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരും പറയുന്നത്. അതിനും മുശ്രിക്കുകൾ കഴിഞ്ഞോ? ലോകത്തിന്റെ വരെ കഴിഞ്ഞോ? ഇല്ല. അവസാന ഖുർആൻ ഒരു വെല്ലുവിളി കൂടി നടത്തുന്നുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള ഒരു സൂറത്തെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. എവിടെ ചോദിക്കുന്നത്? ഏത് സൂറത്തിൽ പറയാൻ പറ്റുമോ? സൂറത്ത് ബഖറയിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. നല്ല 2-ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്ത് ബഖറയിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഈ ഖുർആന് സമാനമായിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ സൂറത്ത് ഇതില് ഈ ഖുർആന്റെ ഒരു അധ്യായത്തിന് സമാനമായിട്ടെങ്കിലും ഒരു അധ്യായം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? നിങ്ങളും ആര് വേണമെങ്കിലും നിങ്ങൾ കൂട്ടാളികളായിട്ട് സഹായികളായി വിളിച്ചാൽ പോലും നിങ്ങൾക്ക് അതിന് സാധ്യമല്ലതിന്റെ വിശുദ്ധ ഖുർആൻ ആണ് എനിക്ക് പറയുന്നത്. അപ്പോ ഈ വെല്ലുവിളി ഇതേ വരെ സ്വീകരിക്കാൻ കഴിയില്ല. ഖുർആനിലെ ഏറ്റവും ചെറിയ സുഹൃത്ത് ഏതാണ്? സുഹൃത്ത് കൗസർ എത്ര ആയത്തുണ്ട്? 3 ആയത്ത്. അപ്പൊ ഖുർആനിലെ സമാനമായിട്ടൊരു 3 ആയത്തെ പോലും ലോകത്തിന്റെ വരെ ആർക്കും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഖുർആന്റെ ദൈവികതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. മനസ്സിലായില്ലേ? എല്ലാവരും ഓക്കെ, നമ്മൾ കുറെ കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയില്ലേ? പിന്നെ ഖുർആൻ 4 കാര്യങ്ങൾ 5 കാര്യങ്ങൾ പറഞ്ഞു.
സമാനമായ ഗ്രന്ഥം പ്രകടമായില്ല. ഓക്കെ, ഇനിയും ഖുർആനിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാല് ഖുർആൻ നടത്തുന്ന ചില പ്രവചനങ്ങൾ. പരലോകത്തെ കുറിച്ച് ഖുർആൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? പരലോകത്തെ കുറിച്ച്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയുന്ന വലിയ കാര്യം. കാരണം ലോകത്തിനെ ആർക്കും വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ പരലോകത്തെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ സൂറത്തു ആൽ ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഖുർആനില് മരണാനന്തര ജീവിതത്തെ കുറിച്ച് മാത്രമല്ല, ഖുർആൻ നടത്തിയ ഒരുപാട് പ്രവചനങ്ങൾ, ഭൂമി പിന്നെ അന്ത്യനാളിനെ കുറിച്ച് അടയാളങ്ങളായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പുലർന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നടത്തുന്ന പ്രവചനങ്ങളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന എന്തെങ്കിലും സംഭവങ്ങൾ പറയാൻ വേണ്ടി കേട്ടിട്ടുണ്ടോ? റോം പേർഷ്യ യുദ്ധം നടന്ന സന്ദർഭമാക്കി പറയാൻ പറ്റും. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും നബിയുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ആരെങ്കിലും ഇത് ആ സംഭവം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ രാജ്യത്തിന്റെ പേരിൽ ഒരു സുഹൃത്തുണ്ട്. ഏതാ സുഹൃത്ത്? ഇന്നും അറിയപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ കേന്ദ്രമായിട്ടുള്ള ഏതാണ്? ഏതാണ് രാജ്യം? റോം. ഏതാണ്? റോം. ഈ സുഹൃത്ത് റൂം എന്നാണ് ഖുർആൻ പറയുന്നത്. ഖുർആനിലെ 30-ാമത്തെ സൂറത്തില് ഖുർആനിലെ ദീനിന്റെ ഒരു പ്രവചനം നടത്തുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു യുദ്ധം നടന്നു, റോമും പേർഷ്യയും തമ്മിൽ. കണ്ടോ? ആ യുദ്ധത്തില് ആര് പരാജയപ്പെട്ടു? റോം പരാജയപ്പെട്ടു, പേർഷ്യ ജയിച്ചു. പ്രവാചകൻ ആരെ കൂടെ ആയിരുന്നു? റോമക്കാരോടെ പേർഷ്യക്കാരോടെ? ആരോടെയായിരുന്നു? അല്ല, റോമിന്റെ കൂടെ. പേർഷ്യക്കാരായ അഗ്നി ആരാധകരെ കൂടെ അല്ല, ക്രിസ്ത്യാനികളായ റോമിന്റെ കൂടെ ആയിരുന്നു. ആരുണ്ടായിരുന്നേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരാ ജയിച്ചത്? പേർഷ്യ ജയിച്ചു, റോം. അപ്പോ ശത്രുക്കളെ പ്രവാചകനെ കളിയാക്കി തുടങ്ങിയ, പ്രവാചകൻ സൈഡായി നിന്നിട്ടുള്ള പിന്നെ എന്തായി ടീം തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി തുടങ്ങി. ആ സമയത്ത് ഖുർആൻ ഒരു പ്രവചനം നടത്തുന്നുണ്ട്. അലിഫ് ലാം മീം ഗുലിബത്തുർ റൂം എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ റൂമിൽ അല്ലാഹു ഒരു പ്രവചനം നടത്തുന്നുണ്ട്. ആ പ്രവചനത്തിൽ കൃത്യമായി പറഞ്ഞു എന്ത്? ഫീ ബിദഇ സീനിൻ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും? ഈ റോം പേർഷ്യ കീഴടക്കും എന്ന് കൃത്യമായി പറഞ്ഞു. കൃത്യം 9 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തു? ഈ സംഭവം സംഭവിച്ചു. മനസ്സിലായില്ലേ? ഇപ്പോ പലസ്തീൻ എന്ന് പറയുന്ന ഒരു നാട് എന്ത് ചെയ്യാണ്? ഇസ്രായേലിനെയും അമേരിക്കയും ഒക്കെ കീഴടക്കിയിട്ട് മുന്നോട്ട് വരുമെന്ന് പെട്ടെന്ന് പറഞ്ഞ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷെ അതേ അവസ്ഥയിൽ തളർന്നു കിടന്നിരുന്ന ഒരു രാജ്യമാണ് ചെയ്യുന്നത്, ജയിച്ചു വരുന്നത്. അപ്പൊ ഖുർആൻ പറഞ്ഞ ആ സംഭവം അതേപോലെ തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതേപോലെ തന്നെ ആ ആയത്തിൽ ഒരു സൂചന കൂടി അള്ളാഹു നടത്തി. അതാണ് ഏറ്റവും അത്ഭുതമായിട്ടുള്ള കാര്യം. ഫീ അദിലൽ അർദ് എന്നാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഫീ അദിലൽ അർദ്? ആ ആയതിന് പല അർത്ഥങ്ങൾ പറയുന്നുണ്ട്. തൊട്ടടുത്ത പ്രദേശം എന്നൊക്കെ തഫ്സീറിൽ അർത്ഥം കാണാം. പക്ഷേ അതിന് ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള ഒരു അർത്ഥ വിശദീകരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന പ്രദേശം, അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന കരഭാഗം ഏതാണെന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ ലോവസ്റ്റ് പോയിന്റ് ഓൺ എർത്ത് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ എനിക്ക് കാണാൻ കഴിയും. ഏതാണ്? ജോർഡാൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ കുറിച്ച് കാണാൻ കഴിയും. ചാവുകടൽ തീരം. അതായത് ഈ പ്രദേശത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് റോം പേർഷ്യയെ കീഴടക്കി ജയിക്കുന്നത്. അപ്പൊ ഈ അതിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലം എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ ഖുർആൻ നടത്തിയത് ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ്. എന്നാൽ അടുത്ത കാലത്താണ് ഈ ജിയോഗ്രഫി പരമായിട്ടുള്ള ഗവേഷണം നടത്തിയിട്ട് ഈ പ്രദേശം ഇത്രയും താഴ്ന്ന ഭാഗങ്ങൾ കണ്ടെത്തിയത്. അന്ന് ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ഭൂമിയുടെ മൊത്തം അളവുകൾ എടുക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ജലനിരപ്പും മറ്റും പരിശോധിക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നോ? ഇല്ല. ആ കാലത്ത് ഖുർആൻ ഉപയോഗിച്ച് വാക്ക് അത്രയും ആക്ട് ആണെന്ന് ലോകശാസ്ത്രം തെളിയിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മനസ്സിലായോ? അപ്പൊ ഖുർആൻ നടത്തിയ ഒരുപാട് പ്രവചനങ്ങൾ ഇതേപോലെ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരെയും പോകുന്നില്ല, അതിലൊരു സംഭവം സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, ഖുർആൻ നടത്തിയ ഒരുപാട് ചരിത്ര പരാമർശങ്ങൾ. ഖുർആൻ നടത്തിയ
പ്രവാചകന്മാരെ കുറിച്ച്, അതുപോലെ തന്നെ ഫിറഔൻ അറിയില്ലേ? ആരാണ് ഫിറഔൻ? മൂസാ നബിയുടെ ശത്രുവായിട്ടുണ്ടായിരുന്ന ഫിറഔൻ. ആ ഫിറഔന്റെ ജഡത്തെ കുറിച്ചൊക്കെ ഖുർആൻ നടത്തുന്ന പരാമർശങ്ങളുണ്ട്. ഇന്നും എന്ത് ചെയ്യണേ? ആ ജഡം മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഖുർആൻ നടത്തുന്ന ചില സൂക്ഷ്മമായിട്ടുള്ള വാക്കുകളൊക്കെ എത്രത്തോളം കൃത്യമായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാവുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും മറ്റൊക്കെ പറയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഖുർആൻ എത്രത്തോളം കൃത്യമായിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ഒരിക്കലും പഴയ കാലത്തെ കുറിച്ച് നബിക്ക് ഇതേ രീതിയിൽ ഗവേഷണം നടത്തിയതോ അല്ലെങ്കിൽ ആ കാലത്ത് അങ്ങനെ പഠനം നടത്താൻ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ ഖുർആൻ പറഞ്ഞ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വളരെ കൃത്യമാണെന്ന് പിന്നീട് നടത്തിയ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ തെളിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതാണ് പിന്നെ ഖുർആൻ 7 ഗുഹാവാസികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. അള്ളാഹു ഇറക്കി കിടത്തിയ ഗുഹാവാസികള്, ആ ഗുഹാവാസികളുടെ ഗുഹയെ കുറിച്ചൊക്കെ നമുക്ക് ഇന്നും അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അള്ളാഹു ഒരു സമൂഹത്തെ നശിപ്പിച്ചു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ച സന്ദർഭം പറഞ്ഞപ്പോ അവിടെ എന്ത് ചെയ്തു? ഒരു മഴ വർഷിച്ചതായി പറയുന്നു അല്ലെ? രക്തത്തിൽ വന്ന സാധനം ഇന്നും ആ ചാവടന്റെ വെള്ളത്തിൽ എന്തുണ്ട്? ചാവടത്തിന്റെ വെള്ളത്തിൽ എന്താ? ഉപ്പിന്റെ അംശം കൂടുതലാണ്. മാത്രമല്ല സാധാരണ വെള്ളത്തില് സപ്തനയത്തില് 3% ഉപ്പെങ്കിൽ അവിടെ 30% ഉപ്പാണ്. അതുകൊണ്ട് നമുക്ക് മലന്ന് കിടക്കാം, താപോല അത്രയും ഉപ്പിന്റെ സാന്ദ്രത അവിടെ ഉണ്ട്. അപ്പൊ അതടക്കം ആ വെള്ളത്തിന്റെ ആ ഒരു പ്രത്യേക മഴ വർഷിപ്പിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ പ്രത്യേക പ്രദേശത്തെ പ്രത്യേകത ഉണ്ടായി. മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ആര്യാഹാര സ്ഥാപിരഹ എന്ന് പറഞ്ഞിട്ട് അവിടെ നടത്തിയ ചില ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചേഞ്ചിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും താഴ്ന്ന പ്രദേശമാക്കി മാറ്റിയ സന്ദർഭം. ഓക്കെ, എന്താ പറഞ്ഞാൽ നമ്മൾ കുറച്ച് പറഞ്ഞു പോവാണ് പെട്ടെന്ന്. ചരിത്രത്തെ കുറിച്ച് ഖുർആൻ നടത്തിയ പരാമർശങ്ങൾ അല്ലേ? അതേപോലെ തന്നെയാണ് ഖുർആൻ നടത്തുന്ന ശാസ്ത്ര പ്രാബല്യ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചുള്ള സൂചന. അതിലേക്കാണ് നമ്മൾ നേരത്തെ ഒരുപാട് ആയത്തുകളിലൂടെ സഞ്ചരിച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ അല്ലാഹുവിൽ നിന്നാണെന്ന് നമ്മളെ മനസ്സിനെ ബോധ്യമാക്കി തരുന്ന ദൃഷ്ടാന്തങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ടുമല്ല, ഒരുപാട് മേഖലകളെ കുറിച്ച് ഖുർആൻ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു ചോദ്യം തരികയാണ്. നമ്മുടെ പ്രപഞ്ചത്തിലെ കുറെ ഗോളങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? വിഷുവിൽ കാണിച്ചില്ല. ഇപ്പൊ കണ്ടപ്പോൾ തോന്നി നിങ്ങൾക്ക് നമ്മളിവിടെ അത്ര നിസ്സാരന്മാരാണ് തോന്നി അല്ലെ? അപ്പൊ നിങ്ങൾ വേറെ കാര്യം ആലോചിച്ചു, ഈ ഗോളങ്ങളിലേക്കൊക്കെ മനുഷ്യർ ഇതുവരെ പോകാൻ പറ്റിയിട്ടുണ്ടോ? എവിടേക്കൊക്കെ പോകാൻ പറ്റിയത്? ആകെ തൊട്ടടുത്തില്ല ചന്ദ്രനിലേക്ക് മാത്രമാണ് പോയി എന്ന് പറയപ്പെട്ടു. അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടോ? മനുഷ്യന്റെ വാഹനം പോയിട്ടുണ്ടോ? കുറച്ചൊക്കെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഈ സൗരത്തിന്റെ അപ്പുറത്തേക്കൊന്നും വളരെ കുറഞ്ഞ ദൂരം മാത്രം കടന്നിട്ടേ ഉള്ളൂ, പല ഉപഗ്രഹങ്ങളും. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്, വേറെ നക്ഷത്രത്തിലേക്കൊന്നും ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഇവിടെ മാത്രമാണ് ഉള്ളത്? വേറെ എവിടെ ഉണ്ടാവോ? ചിലപ്പല്ലേ? സാധ്യല്ലേ? ഇത്രയും വിശാലമായിട്ടൊന്നും ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചില്ല എന്നൊക്കെ പറയുമ്പോ ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറത്ത് ഇത്രയും വിശാലമായ നക്ഷത്രങ്ങളും ഗോളങ്ങളൊക്കെ അവിടെ ജീവജാലങ്ങൾ ഉണ്ടായിക്കൂടെ? ഇതേപോലെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ക്യാമ്പൊക്കെ നടത്തുന്ന ഒരു ടീമൊക്കെ അവിടെ ഏതെങ്കിലും ഗ്രഹത്തിലൊക്കെ ഉണ്ടാവില്ലേ? നിങ്ങളെ പോലെ ക്യാമ്പൊക്കെ നടത്തുന്ന ഒരു ടീം അവിടെ ഇതേപോലെ പ്രൊജക്ടറൊക്കെ വെച്ച് ക്ലാസ് ഉണ്ടായിക്കൂടെ? ഉണ്ടാവില്ലേ? ഉണ്ടാവൂലേ? ഉണ്ടാവാൻ സാധ്യത, കാരണം നമുക്കറിയില്ല, ഉണ്ടാവാനില്ലാതിരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള സാധ്യത നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, തള്ളിക്കളയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ശാസ്ത്രലോകം ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ പറയുന്ന എക്സോബയോളജി എന്ന് പറയുന്നത്. ഭൂമിക്ക് പുറത്തുള്ള ജീവജാലങ്ങളെ കുറിച്ച് ഇപ്പോഴും ശാസ്ത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ തെളിവിട്ടിരിക്കണോ? ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ സിനിമയൊക്കെ? പക്ഷെ അന്ന് കുറച്ചിലൊന്നല്ല, ഇതുവരെ തെളിവൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ വളരെ പ്രതീക്ഷയിൽ ലോകം ചെയ്യാണ് കാത്തിരിക്കുകയാണ്. ഈ കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും കൂടെ സൂചന കിട്ടുമോ? ഭൂമിയിൽ ഇല്ല, നമ്മൾ തീരുമാനിച്ചു ഭൂമിയിൽ മാത്രമാണ് ജീവജാലങ്ങൾ എന്ന് ഖുർആനിൽ പറയുന്നുണ്ടോ? പിന്നെ ഉണ്ടായിക്കൂടെ? ഭൂമിയിൽ മാത്രമാണ് ജീവജാലങ്ങൾ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, ഉണ്ടോ? അല്ലേ? എന്താ പറയുന്നേ? എന്നാൽ ഖുർആനിൽ ഭൂമിയിൽ മാത്രമാണ് ജീവജാലങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ബുദ്ധിയുള്ള ജീവികളൊക്കെ എവിടെയും പറയുന്നില്ല.
അപ്പൊ ഖുർആൻ അതിലേക്ക് കൂടി നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സൂറത്ത് ഷൂറ എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. അതില് പിന്നെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖസ് സമാവാതി വൽ അർള. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ആകാശങ്ങളും ഭൂമികളും ഒക്കെ സൃഷ്ടിച്ചത്. വമാ ബസ്സ ഫീഹിമ മിൻ കുല്ലി ദാബ്ബ എന്ന് പറയുന്നത്. അതായത് ആകാശങ്ങളും ഭൂമികളും ഒക്കെ, ആകാശം എന്താണ്? ആകാശം എന്നാൽ ഈ പ്രപഞ്ചത്തിൽ മൊത്തം സ്പേസ് ഉൾപ്പെട്ടു. ഭൂമിയും അവ രണ്ടും സൃഷ്ടിക്കുകയും അവ രണ്ടിലും അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? ജീവജാലങ്ങളെ പരത്തുകയും വിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ എന്തായി? ഭൂമി മാത്രമല്ല, മേ ബി ആകാശങ്ങളുടെ സ്പേസിലൊക്കെ എവിടെയും എന്തുണ്ടാവാം? ജീവജാലം ഉണ്ടാവാം. ശരിയാണോ? അപ്പൊ പറഞ്ഞേ, ശരിയാണോ? ഇബ്രാഹിം പറഞ്ഞത് കറക്റ്റ് ആണോ? അത് സാധ്യതല്ലേ? ജീവജാലങ്ങളല്ലാത്ത പറഞ്ഞ സാധ്യത ഉണ്ടോ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കണമെന്നുള്ളതൊന്നുമില്ല. നിങ്ങൾക്ക് ചോദിക്കാം. ജിന്നുകളാവൂലെ? പിന്നെ പറഞ്ഞ സാധ്യത ഉണ്ടോ? വേറെ എന്താ സാധ്യത ഇല്ല? പറഞ്ഞോ. ബാക്കിലെ വിഷയം കേട്ടോ. ഖുറാനിൽ പറഞ്ഞ സാധ്യത ഉണ്ടോ? ഈ പറഞ്ഞതില് ജിന്നുകളാവാം, പിന്നെ ചിലപ്പോൾ മരക്കളാവാം അല്ലെ? അങ്ങനെയൊക്കെ സാധ്യത ഉണ്ട്. ഇപ്പൊ ആകാശത്ത് പക്ഷികളൊക്കെ ആയിക്കൂടെ? പിന്നെ ഇത് പറഞ്ഞില്ലേ? എന്നാല് അതിനുശേഷം ഖുറാൻ പറഞ്ഞ അവൻ ഉദ്ദേശിക്കുമ്പോൾ അവരെ ഒരുമിച്ച് കൂട്ടുവാനും കഴിവുള്ളവരാണ്. അപ്പൊ ഇന്നേ വരെ അള്ളാഹു ചെയ്തിട്ടില്ല, ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല എന്ന് ഈ ആയത്തിൽ തന്നെ പറയുന്നത്. അപ്പോ ജിന്നുകള് ഭൂമിയായിട്ട് ബന്ധമല്ലേ? മരക്കൾ ബന്ധമല്ലേ? ഇതിലും മറ്റൊക്കെ മരക്കളും ഭൂമിയായിട്ട് ബന്ധമുണ്ട്. പക്ഷികൾ ഭൂമിയായിട്ട് മനുഷ്യരുമായിട്ട് ഇടപെടുന്നില്ലേ? അപ്പൊ ഇതൊന്നും അല്ലാത്തതായിരിക്കാമെന്ന് അതിനെ കുറിച്ച് പറയുന്നു. പക്ഷെ നമുക്ക് ഉറപ്പില്ല. പക്ഷെ അതിലേക്ക് കുറെ സൂചനകൾ ഖുർആൻ നൽകുന്നുണ്ടെന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഖുർആൻ 7 ആകാശത്തെ കുറിച്ച് ഖുർആനിൽ എത്ര സ്ഥലത്ത് പറയുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? വെറുതെ ഗസ് ചെയ്താണ്. ഒരാൾ കൈ നോക്കിയിട്ട് പറഞ്ഞു 7 ആകാശത്തെ കുറിച്ച് ഖുർആനിൽ എത്ര സ്ഥലത്ത് പറയുന്നത്? 10-നുള്ളില്ല. കൈ നോക്കിയിട്ട് പറയണം. എന്താണ് എത്ര? 7. നേരത്തെ കിട്ടിയ ഓക്കെ. അപ്പൊ 7 ആകാശത്തെ കുറിച്ച് 7 സ്ഥലത്ത് ഖുർആൻ പരാമർശിക്കുന്നു. ഇനി എന്റെ അടുത്ത ചോദ്യം, 7 ഭൂമിയെ കുറിച്ച് ഖുർആൻ പറയുന്നു. 7 ആകാശം പോലെ ഭൂമിയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടോ? ഇല്ലേ? എന്തെങ്കിലും എത്ര സ്ഥലത്ത് പറയും? ആർക്കും പറയും അല്ലേ? ഇല്ല. എന്നാലും ഒരു സ്ഥലത്ത് ഖുർആൻ അതും പറയുന്നു. സൂറത്ത് ത്വലാഖിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമിനൽ അർളി മിസ്ലഹുന്ന. 7 ആകാശത്തെ കുറിച്ച് പരാമർശിച്ച കൂട്ടത്തില് അതിന് സമാനമായിട്ട് എന്ത് ചെയ്തു? ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചു എന്ന് സൂറത്ത് ത്വലാഖിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു. അപ്പൊ അത് മനസ്സിലാക്കേണ്ട 7 ഭൂമിയും ഉണ്ടാവാം. ഭൂമി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതേപോലെ ആയിക്കോണമെന്നില്ല. മനുഷ്യനെ ജീവിക്കാൻ സൗകര്യമുള്ള ഈ പ്രപഞ്ചത്തിലെ ഒരു കോളം മാത്രമാണ് നമ്മളിപ്പോ കണ്ടത്. പക്ഷെ ഇതേപോലെ മനുഷ്യൻ ജീവിക്കാൻ സൗകര്യമുള്ള വേറെ കോളങ്ങൾ ഉണ്ടാവാം അല്ലെ? ആ ഭൂമിയോട് ഉദ്ദേശിച്ചത് ഇപ്പൊ അതായിരിക്കാം. അല്ലെങ്കിൽ അനേകം എന്നുള്ള അർത്ഥത്തിൽ 7 ഉപയോഗിക്കാറുണ്ട്. ഒരു പക്ഷേ 7 ആകാശം പോലെ തന്നെ 7 അല്ലെങ്കിൽ അനേകം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന ഭൂമികൾ ഉണ്ടാവാം. അതിനെ വിശദീകരിച്ചുകൊണ്ട് പിന്നെ നിന്ന് എന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും എന്ത്? ആ ഓരോ ഭൂമിയിലും എന്നിട്ട് ഇവിടേക്ക് വന്ന പ്രവാചകന്മാരെ പോലെ ഒരു സൂചന അതിൽ നൽകുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പ്രവാചകന്മാർ നിയോഗിതരായ വേറെ ഭൂമികൾ ഒരു പക്ഷേ ഉണ്ടാവാം. അപ്പൊ അത്രയും ലോകത്തിന്റെ വരെ മനുഷ്യൻ സ്ഥിരീകരിച്ചിട്ടില്ലാത്ത, ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയിലേക്ക്
വെളിച്ചം വീശുന്നുണ്ട്. സയന്റിഫിക് ഇൻഡിക്കേഷൻ ഓഫ് ഖുർആൻ യെറ്റ് ടു ബി ഡിസ്കവേർഡ്. ഇതുവരെ കണ്ടെത്താത്ത കാര്യങ്ങളെ കുറിച്ചടക്കം ഖുർആനിലേക്കുള്ള സൂചനകൾ പറയുന്നുണ്ടെങ്കിൽ ഖുർആൻ എന്താണ് കേവലമായിട്ടൊരു മനുഷ്യനെ ഏതെങ്കിലും 6-ാം നൂറ്റാണ്ടിലാരെങ്കിലും എഴുതിയതാവോ? സാധ്യതയോ? ഇല്ല. തീർച്ചയായും അള്ളാഹു ഇറക്കിയതാണെന്നുള്ളതിന് തെളിവുകളാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ. മനസ്സിലായോ? ഇനി നമ്മൾ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാല് മനുഷ്യന്റെ വിരലടയാളത്തെ കുറിച്ച് ശരീരത്തില് വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് ഇത് ഫിംഗർ പ്രിന്റ്. അതിന്റെ പ്രത്യേകത അറിയോ? എന്താണ്? ഇപ്പോഴും നമ്മുടെ ഫോണ് ലോക്ക് തുറക്കണമെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കില്ല. ഇപ്പോഴും പഞ്ചിങ് മെഷീനിൽ വ്യാപകമായി എന്താ ഉപയോഗിക്കുക? ഒരു ടൂൾ എന്താണ്? ഫിംഗർ പ്രിന്റ് ആണ് അല്ലെ? അപ്പൊ അതിന്റെ സാധ്യത ഇപ്പൊ കൂടുതൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? അതേപോലെ ഇല്ല. ഇത് നബിന്റെ കാലത്ത് ഇങ്ങനെ പ്രത്യേകത സഹായന്മാർക്കോ അല്ലെങ്കിൽ നബിന്റെ കാലത്തിലാണ് ഉണ്ടാക്കിയത്. അന്ന് ഈ ടെക്നോളജി യൂസ് ചെയ്തിരുന്നു. ലോകത്തിലെ എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ് ഒക്കെ എടുത്തിട്ട് ഇതേപോലെ വ്യത്യാസം എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പൊ ആ ഒരു അത്ഭുതത്തെ കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഖുർആൻ പറയാൻ പല സാധ്യതയുണ്ടോ? ഉണ്ടോ? സാധ്യത ഉണ്ടോ? അവിടുത്തെ അറിവ് വെച്ചിട്ട് പറയാൻ സാധ്യത ഉണ്ടോ? ഇല്ലല്ലോ അല്ലെ? കാരണം അന്ന് ആർക്കും അറിയില്ല. പക്ഷെ ഖുർആൻ അതിലേക്ക് കടക്കാൻ കൃത്യമായി സൂചന നൽകുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ആരെങ്കിലും പറയാൻ പറ്റിയ സുഹൃത്തുക്കളാണ്? അറിയോ? സൂറത്തുൽ ഖിയാമ നോട്ട് ചെയ്തോളി. സൂറത്തുൽ ഖിയാമ ഈ 5-ാമത്തെ സൂറത്താണ്. സൂറത്തുൽ ഖിയാമയിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് അവരുടെ മരണത്തിന് ശേഷം അവരുടെ എല്ലുകളും ഇതൊക്കെ പോയതിനു ശേഷം വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നാണോ അല്ലെങ്കിൽ അതിലാണോ അവർക്ക് സംശയം എന്ന് ചോദിക്കുമ്പോ അള്ളാഹു അതിന് മറുപടി പറയുന്നത് അവരുടെ വിരൽ തലപ്പുകളെ പോലും കൃത്യമായി സംവിധാനിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. മനുഷ്യന് ശേഷം നമ്മളിങ്ങനെ പിന്നെ ഒക്കെ നിർമ്മിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിപ്പിക്കുക എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരെ ആലോചിക്കേണ്ടത് അവരുടെ വിരൽ തലപ്പുകളെ പോലും അള്ളാഹു ചെയ്തിരിക്കുന്നു, വളരെ കൃത്യമായി സംവിധാനിച്ചിരിക്കുന്നു. അതാണ് നമുക്ക് ഓരോരുത്തരുടെ വിരലുകളെ നോക്കി ഈ ഒരു ഡാറ്റയുടെ ലോകത്ത് ആർക്കും നേരമില്ല. ഇന്ന് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കുമില്ല, മരിച്ച ആളുകൾക്കുമില്ല, ഇനി വരാനിരിക്കുന്ന ആളുകൾക്കും ഇതേപോലെ അപ്പോ റുസ്തയെ പോലെ ലോകത്ത് ഈ വിരലുകൾ ആരെയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും പിന്നെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ അപ്പൊ ഈ ബയോമെട്രിക് അത്രയും കൃത്യമായിട്ടുണ്ട് ലോകത്ത്. ഇത് വിരലടയാളത്തിന് മാത്രം പ്രത്യേകം കേട്ടോ. വിരലടയാളം ഏത് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നോളജി എന്നത് മാത്രം. അതിനേക്കാൾ ടെക്നോളജി നമുക്ക് കണ്ണിന്റെ ചിത്രം എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എന്താണ് ഈ കാലത്തിലെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഇതിലപ്പുറത്തുള്ള ടെക്നോളജികളൊക്കെ വരാം. മനുഷ്യന്റെ ഓരോ ജീനും അത്രയും വ്യത്യസ്തമായിട്ടാണ് അള്ളാഹു ചെയ്തിരിക്കുന്നത്, സൃഷ്ടിച്ചില്ല. അതായത് നമ്മളെ പോലെ ഭൂമിയിൽ ആരില്ല, വേറെ ഒരാളും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാവേണ്ട കാര്യം. അള്ളാഹു മനുഷ്യർ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് യുണീക്ക് ആയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ശരിയല്ലേ? ഇനി തുടർന്ന് ഒരുപാട് വിസ്മയങ്ങളിലൂടെ നമുക്കിങ്ങനെ പോകാൻ പറ്റും. വേറെ ചുരുക്കി പറയാം, ഖുർആൻ നബി ഗ്രന്ഥമാണെന്നതിന്റെ എന്തെങ്കിലും ഐഡിയാസ് ഇന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് കിട്ടിയോ? കിട്ടിയില്ലേ? ഇത് ഈ സെഷന് വരുന്നതിന് മുമ്പും ഇപ്പോഴും ഈ പറയുന്ന എന്തെങ്കിലും വിഷയം നിങ്ങളുടെ ധാരണയിലേക്ക് വന്നോ? വരുന്നതിന് മുമ്പത്തെ അപേക്ഷിച്ച് പുതിയ കിട്ടിയോ? ഇത് പഠിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് ആര് ചെയ്യേണ്ടത്? നമ്മളോരോരുത്തരും കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ ഒരു പിന്നെ നിശാക്ക് മുമ്പ് നിർത്തിയപ്പോ ഒരു ആയത്തിനെ കുറിച്ച് പറഞ്ഞു. ആയത്തിലേക്ക് തിരിച്ചുതരാം. എന്തായിരുന്നു? നബി സമാവാത്ത് എന്ന് പറയുന്ന ആയത്ത്. ആ ആയത്തിന്റെ പശ്ചാത്തലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി നിന്ന് നമസ്കരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. രാത്രി നിന്ന് കണ്ണീർ വാർത്തുകൊണ്ട് നമസ്കരിക്കുകയാണ്. അപ്പോഴാണ് രാവിലെ പ്രവാചകനെ നിന്ന് നമസ്കരിക്കുന്ന ആ ഒരു ദൃശ്യം സുബൈബാങ്ക് വന്ന സമയത്ത് എല്ലാവരും ശ്രദ്ധയപ്പെടുന്നത്. അപ്പോ ആ സമയത്ത് ചോദിക്കപ്പെടുകയുണ്ടായി, താങ്കൾ എന്തിനാണ് ഇങ്ങനെ രാത്രി കണ്ണീർ വാർത്ത് ഇങ്ങനെ നമസ്കരിക്കുന്നത്? താങ്കളുടെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണ് ഇങ്ങനെ കണ്ണീർ വാർത്ത് നമസ്കരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുക്കുന്ന മറുപടി എന്താണ്? ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഇന്നലെ എനിക്ക് ഇറങ്ങിയ ആയത്താണിത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓതി
വൈലും ലിമൻ ഖറാഅഹ ഫലം യതഫക്കർ ഫീഹ. ആർ ഇത് പാരായണം ചെയ്തിട്ടും ആർ ഇത് ഈ ആയത്തുകൾ ഓതിയിട്ടും ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാത്ത ആളുകൾക്കാണ് നാശം. അള്ളാഹുവിന്റെ സൃഷ്ടി സംവിധാനങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത അതൊക്കെ ചെയ്യാതിരിക്കുകയും ഇന്നതൊക്കെ ഖുർആൻ അങ്ങനെ പാരായണം ചെയ്യുകയും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് മനസ്സിലാക്കി? ഖുർആനില് ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം? അതിന്റെ പിന്നിലുള്ള അള്ളാഹുവിന്റെ സൃഷ്ടി സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കുവാനും ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പൊ ചോദിക്കാം. ഈ വിഷയം ബന്ധപ്പെട്ട് എന്താണ് അങ്ങനെ പറഞ്ഞത്, ഖുർആനിൽ എന്താണ് ചെയ്തിരുന്നത്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവില്ലേ? ഒരുപാട് കാര്യം ചോദിക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുള്ള സമയമാണ് ഇപ്പൊ. ചോദിക്കാം. എന്റെ മറുപടി പറയും. ഓക്കേ, ഇപ്പൊ ഇതില് കേട്ട കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് എന്തും ചോദിക്കാം. ഞാൻ ഇതുമായി ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് ചോദിക്കാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയാം. അറിയാത്ത കാര്യങ്ങൾ ഓക്കെ. ചോദിച്ച് ഇതിൽ കേട്ടില്ല എന്തെങ്കിലും ഡൗട്ട്സ് ഇല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാക്കി ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള പണി ഏതെങ്കിലും വിഷയം വേറെ എല്ലാ വിഷയത്തേക്കും പോയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മള് ഇന്ററാക്റ്റീവ് ആയാലും പഠിക്കാം. ചോദിച്ചത് ഭൂമിയിൽ മാത്രമല്ല മറ്റ് പ്ലാനറ്റുകളുണ്ട് എന്നുള്ളത് പറഞ്ഞില്ല. മറ്റു പ്ലാനറ്റുകളുണ്ട് എന്നല്ല പറഞ്ഞത്. ഭൂമിയിലല്ലാത്ത നമുക്ക് ചുറ്റുമുള്ള മറ്റു പ്ലാനറ്റുകളൊന്നും ഇതുവരെ ഉള്ളതായിട്ട് തെളിവോ അല്ലെങ്കിൽ സാധ്യതയില്ല. ഞാൻ പറഞ്ഞത് ഇതേപോലെ നക്ഷത്രങ്ങള് പ്രപഞ്ചത്തിൽ വരയില്ല, സൂര്യനെ പോലെ. അതിനു ചുറ്റും ഒരു പക്ഷേ എന്തുണ്ട്, ഇതേപോലെ ചൂടും വെളിച്ചവും തണുപ്പൊക്കെ പാകത്തിനുള്ള ഗ്രഹങ്ങൾ അതിന് ചുറ്റും കാണുന്നില്ലേ? അങ്ങനെ കോടാനുകോടി നക്ഷത്രങ്ങൾ, അങ്ങനെ കോടാനുകോടി ഗാലക്സികളുണ്ട്. അവിടെയൊക്കെ ഒരുപക്ഷെ ഇതേപോലെ ഉണ്ടാവാം. ഇതിന്റെ സാധ്യത ചെയ്യുന്നില്ല. ശാസ്ത്രവും തള്ളിക്കളയുന്നില്ല, ഖുർആനും തള്ളിക്കളയുന്നില്ല. പിന്നെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടോപ്പിക്ക് റിലേറ്റ് ചെയ്തുകൊണ്ടൊക്കെ സംശയങ്ങൾ ഉണ്ടാവില്ലേ? ഖുർആനുമായി കുറച്ച് നേരത്തെ അതോടെ വിഷയിക്കാൻ സമയം നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. ഓക്കെ, അതെന്താണ്? എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിയോ ക്ലാസ് കേട്ട സമയം? ഡൗട്ട്സ് ഇല്ലേ? എന്താ പറയുന്നത്? ഡിസ്കസ് ചെയ്തിട്ട് എന്തേക്കാം ഇല്ലേ? ഏ
ഏലിയൻസ് എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്, കേട്ടിട്ടുണ്ടാവില്ലേ? അത് ഇന്നേ വരെ ശാസ്ത്രലോകത്ത് പോലും സ്ഥിരീകരിച്ചില്ല. അതായത് ബോക്സ് അല്ലെങ്കിൽ ഒരു പിന്നെ കെട്ടുകഥ മാത്രമാണ്. അങ്ങനെ സംഭവം റിയലില്ല, സിനിമയിലൊക്കെ ഉണ്ടാവുന്നല്ലാതെ അങ്ങനെ ഒരു ജീവി ഇന്നലെ വന്ന് പോയിട്ടില്ല എന്നുള്ളതാണ്. ഒരു കെട്ടുകഥകളാണ്. ഈ പറമ്പ് കളിയൊക്കെ അങ്ങനെ ആവാമെന്നൊക്കെയുള്ള കുറെ കെട്ടുകഥകളുണ്ട്. അതൊക്കെ സയന്റിഫിക്കലി എന്തല്ല, പ്രൂവ്ഡല്ല. നമ്മളെ ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ പറ്റട്ടോ. നിങ്ങള് ചോദ്യങ്ങൾ ഉണ്ടായി ഇരിക്കണം, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം, അപ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അന്വേഷണങ്ങളും ചോദ്യങ്ങളും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെല്ലാം അറിയുന്നു എന്നുള്ള ധാരണ കൊണ്ടോ അല്ലെങ്കിൽ എനിക്കൊന്നും ചോദിക്കാൻ കഴിയില്ല എന്നുള്ള മടി കൊണ്ടോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും എന്ത് ചെയ്യാൻ കഴിയില്ല, എത്താൻ കഴിയില്ല. ഞാൻ ഒരു മേഖലയിലേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരുന്നത്. ഓക്കെ, പറയാം. നമ്മുടെ ലോകത്തിന് വലിയ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. യൂണിവേഴ്സ് ഇതിലും വലുതാണ്. കുറെ ലൈറ്റ് ഇയേഴ്സ് അങ്ങോട്ട് യൂണിവേഴ്സ് മൾട്ടിവേഴ്സ് കണ്ടത് അതൊന്നും നമുക്ക് ഉറപ്പുണ്ടോ? ശാസ്ത്രം പറയുന്നതാണ്. അതുണ്ട് തന്നെ നമുക്ക് ഉറപ്പുണ്ടാവുന്നതാണ്. അതാ നമുക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങളുണ്ട് ശാസ്ത്രത്തിന് അനുമാനങ്ങൾ ഉണ്ടാവും. മറ്റ് നമുക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ് ഈ കൃഷി പ്രപഞ്ചം അല്ലെ. ഈ നക്ഷത്രങ്ങളും കോളങ്ങളും നമുക്ക് തന്നെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ കഴിയും. നമ്മുടെ നക്ഷത്രങ്ങളുടെ പിന്നെ ദൂരദർശിനിയെ മറ്റും ഉപയോഗിച്ച് ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാല് ഇപ്പൊ കാണാത്ത സ്ഥലത്ത് പോലും കോടാനുകൂടി നക്ഷത്രങ്ങളും ഗാലക്സികളും പിന്നെയും കാണാം. ഇപ്പൊ 10 കാണുന്നത് ടെലസ്കോപ്പ് ഉപയോഗിച്ച് കാണാം, 1000 കാണാം. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. വെറും ശാസ്ത്രത്തിന്റെ നിഗമനം മാത്രമല്ല, ഇത്രയും കോളങ്ങൾ ഉണ്ടാവും. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഇപ്പൊ ഈ കാണുന്ന പോലെ തന്നെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 100% ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ശാസ്ത്രത്തിൽ അതിനും അനുമാനങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ എന്തുണ്ട്, ഇത്രയും വലിയ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ആ ഒരു ഭൗതിക പ്രപഞ്ചം ഉണ്ട്. പക്ഷെ അതിന്റെ അറ്റം എവിടെയാണെന്നോ അത് എത്രത്തോളം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പൊ മനുഷ്യന് പഠിക്കാൻ പറ്റുന്ന ഗവേഷണങ്ങൾ വെച്ചിട്ട് കണ്ടെത്തിയതാണ്. ഈ കണ്ടെത്തിയ കാര്യങ്ങൾ അള്ളാഹു നൽകിയതാണ്. മനസ്സിലായോ? ഈ ഭൗതികമായ വിജ്ഞാനങ്ങളും ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്, അതും പഠിച്ചോണ്ട് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുക്കുന്ന ദൈവം പഠിച്ചോ കൊടുക്കുന്ന കഴിവും ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. മധ്യകാല യുഗത്തില് മുസ്ലിം സയന്റിസ്റ്റുകൾ വിഷയം വരും. മുസ്ലിം സയന്റിസ്റ്റുകൾ ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിരുന്നു അല്ലെ. ഇന്നും ലോകത്തുള്ള പല നക്ഷത്രങ്ങൾ, പ്രപഞ്ചത്തിൽ കാണുന്ന നക്ഷത്രങ്ങൾക്ക്, ആകാശ കാണുന്ന നക്ഷത്രങ്ങൾക്ക് മുസ്ലിം പേരുകൾ അല്ലെങ്കിൽ അറബി പേരുകൾ കാണാൻ കഴിയും. കാരണം അന്ന് കണ്ടെത്തിയാണ്. ബെറ്റൽഗീസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ ഉണ്ടായിരുന്നു. ബക്കിൾജേഷ് എന്ന് പറയുന്ന പേരിനാണ് ഈ ബെറ്റൽഗീസ് ഉണ്ടാകുന്നത്. തിരുവാതിര എന്ന് പറഞ്ഞ നക്ഷത്രത്തിന്റെ പേരാണ്. അപ്പോ ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ നക്ഷത്രങ്ങളെ കുറിച്ചും അത്രയും ഗവേഷണം നടത്തിയ കാലമായിരുന്നു. പിന്നീട് യൂറോപ്യന്മാരായി അത്ര ഗവേഷണം നടത്തുന്നത്. അതും ഒരു ദൈവികമായിട്ടുള്ള പഠിച്ചവർ മനുഷ്യർക്ക് നൽകിയ കഴിവ് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതും കണ്ടെത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് ചെയ്യണ്ട, നമുക്ക് നിരാകരിക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊക്കെ കയറിയപ്പോ മാറി മറിയാം. അതേസമയത്ത് എന്തുണ്ട്, ഈ കാണുന്ന വലിയ പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ശാസ്ത്രം പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ, പ്രകാശവർഷം എന്ന് പറഞ്ഞു. എന്താണ് പ്രകാശവർഷം എന്ന് അറിയോ? കുറെ ലേറ്റ് കാണിച്ചില്ലേ? എന്താണ് പ്രകാശവർഷം അറിയോ? നമ്മള് ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാല് വെളിച്ചം അവിടെ എത്താൻ സമയം എടുക്കും അല്ലേ? അടിക്കുമ്പോഴത്തേക്കാണ് ലേക്ക് കാണില്ലേ? സമയം എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ കുറച്ച് 3 മിനിറ്റ് അപ്പുറത്താണെങ്കിൽ അങ്ങനെയാണ് കാണുന്നത് അല്ലെ. നമ്മള് ഒരു 1000 കിലോമീറ്റർ 3000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ടോർച്ച് അടിച്ചാലും അത്രയും പവറിൽ ടോർച്ച് ചെയ്യുക. അത് കടത്താൻ സമയം എടുക്കുമോ? എടുക്കോ? അടിച്ചുകൊണ്ടു തന്നെ എത്തും. വളരെ ഫാസ്റ്റ് ആയിട്ട് പോയെങ്കിലും അതിന് കുറഞ്ഞ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ അത് കണക്കാക്കുന്ന എപ്പോഴാണ്, ഇവിടുന്ന് ടോർച്ച് അടിച്ചു 3 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തേക്ക് അടിച്ചു പവറിന്റെ ടോർച്ച് 3 ലക്ഷം കിലോമീറ്റർ അപ്പുറത്തേക്ക് അടിക്കാൻ ആ വെളിച്ചം അടത്താൻ എത്ര സമയം എടുക്കുന്നു? 1 സെക്കൻഡ്. മനസ്സിലായോ? 1 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും?
3 ലക്ഷം. അപ്പൊ നീ മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാ. 1 മിനിറ്റ് കൊണ്ട് എത്ര 60 സെക്കൻഡ് അല്ലേ? അപ്പൊ 60 180 ലക്ഷം കിലോമീറ്റർ പോകും. എത്ര 1 മിനിറ്റ് കൊണ്ട്? മനസ്സിലായോ? അങ്ങനെ 15 കോടി കിലോമീറ്റർ ദൂരാണ് ഇവിടുന്ന് സൂര്യന് ഇങ്ങോട്ടുള്ള ദൂരം. അതിനെ എടുക്കുന്ന സമയത്താണ് 8 മിനിറ്റ്. അപ്പൊ 8 മിനിറ്റ് മുമ്പ് പോന്ന വെളിച്ചാണ് ഇപ്പൊ നമുക്ക് കിട്ടുക. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, 8 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി 8 മിനിറ്റ് അപ്പുറത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതെയോ മണിക്കൂറാവും, വർഷമാവും, അങ്ങനെ അങ്ങനെ പോകും. അപ്പൊ അള്ളാഹു ഈ പ്രപഞ്ചത്തില് സൃഷ്ടിച്ച സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. രാപ്പകലും മാറി മാറി വരുന്നതിൽ നിങ്ങൾക്ക് ഇതിന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. എങ്ങനെ രാവുപാലം ഉണ്ടാകാൻ പറഞ്ഞു? രാവുപാലം ഉണ്ടാകാൻ ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് അല്ലെ? എനിക്ക് ഡൗട്ട്സ് ഉണ്ടാവും. ഇനി ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കണം. രണ്ടാൾ വരുമോ? രണ്ടാളത്തിലേക്ക് അപ്പോ പിന്നെ സേന എന്താണ് ഭൂമിയാണ് സങ്കല്പിക്കുക. പിന്നെ ഇയാള് സിനാന് സൂര്യനാണ് സങ്കല്പിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ രാവുപാലം ഉണ്ടാകുന്നത് സേന എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കറങ്ങുമ്പോ ഈ മുഖാണ് വെളിച്ചം, മറ്റേ ഇരുട്ടായി നോക്കുക. അപ്പൊ ഇപ്പൊ എന്തായി? പകല്. ഇങ്ങനെ തിരിയുമ്പോ എന്തായി? ഇവിടെ രാത്രി. മനസ്സിലായോ? ഇയാളെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്ക്. സ്വയം കറങ്ങുന്നോണ്ടാണ് എന്ത് ചെയ്യുന്നത്? രാവും പകലും ക്ലിയർ ആയോ? ഇപ്പൊ ഈ അടുത്ത ചോദ്യം, ഇങ്ങനെ ഭൂമി സ്വയം കറങ്ങുന്നോണ്ട് മാത്രം രാവുപാലം ഉണ്ടാവും? അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ആകാശഭൂമി പിന്നെ ഒപ്പം പറഞ്ഞൊരു കാര്യം, രാപ്പകരം മാറി മാറി വരുന്നതിന് ദൃഷ്ടാന്തം. എന്താ ദൃഷ്ടാന്തം? രാവിലെ ആവുന്നു അതിനപ്പുറം എന്താ ദൃഷ്ടാന്തം ഉണ്ടോ? ഈ സെന സ്വയം കറങ്ങുന്നത് മാത്രം രാവുപാലം ഉണ്ടാവും. ഇതെന്താ കാണാല്? സൂര്യൻ കറങ്ങണം, സൂര്യനെ വലയം വെക്കണം. പക്ഷെ രാവുപാലം ഉണ്ടാകാൻ സൂര്യൻ വലയം വെക്കണമെന്നില്ല. എന്തെങ്കിലും രാവുപാലം ഉണ്ടായാൽ സ്വയം കറങ്ങിയാൽ മാത്രം മതി. ഓക്കെ, വേറെ എന്തൊക്കെ വേണം രാവുപാലം ഉണ്ടാകാൻ? പറഞ്ഞോ. ഭൂമി വേറെ വേണം? ഡെയിലി അതുണ്ടായാൽ രാവുപാലം ഉണ്ടാവണം അല്ലേ? എന്താണ് അല്ലേ? സ്വയം കറങ്ങിയ രാവുപാലം ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് മാത്രം രാവുപാലം ഉണ്ടാവില്ല. വേറെ ഒരു സംവിധാനം കൂടി അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതെന്താണ്? ചെരിവ്. പക്ഷെ പിന്നെ കാലാവസ്ഥ മാറുന്നതിനൊക്കെ ഉപയോഗിക്കുന്നു. രാവുപാലം ചെരിവ് വേണമെന്നുണ്ടെന്നല്ല. പിന്നെ പറഞ്ഞോ, ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. അതിനും രാവുപാലം കാണുന്ന അത് ആവശ്യമില്ല. വേറെ കാണുന്ന സ്പീഡ് ഒരു പ്രധാന ഘടകമാണ് അല്ലേ? ഇവിടെ തന്നെ സ്റ്റെക്ക് ആയിരിക്കുകയാണെങ്കിൽ രാവുപാലം ഉണ്ടാവും. അപ്പോ കൃത്യമായ അനുപാതത്തിൽ കറങ്ങണം. വളരെ നല്ല ആൻസറാണ്. ഓക്കെ, അതുകൊണ്ട് മാത്രം രാവുപാലം ഉണ്ടാവും. 24 മണിക്കൂറിനുള്ളിൽ ഇങ്ങനെ കറങ്ങിക്കും. അതുകൊണ്ട് മാത്രം രാവുപാലം ഉണ്ടാവും. ഉണ്ടാവോ? ഉണ്ടാവൂലേ? പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്ന സമയമില്ല. ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോ ഈ വെളിച്ചം സൂര്യനായി സങ്കല്പിക്കുക. ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ബോർഡ് ഉണ്ട്. വേറൊരു ലൈറ്റും ഇല്ല, ഇവിടെ ബോർഡ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഈ ബോർഡ് ഇങ്ങനെ കറങ്ങുന്നതനുസരിച്ച്, ഭൂമി കറങ്ങുന്നതനുസരിച്ച് ഈ സൈഡ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? എന്നാൽ ഇതേ ദൂരത്തിൽ പുറത്തൊരു വേറെ ബൾബ് വെച്ചാലോ രാവുപാലം ഉണ്ടാവും. സത്യോ? ബൾബ് സത്യോ? ഇതേപോലെ ഒരു 10 ബൾബുകൾ ചുറ്റി വെച്ചാലോ ഉണ്ടാവോ? ഇല്ല. എന്താ സംഭവിക്കാം? എപ്പോഴും പകലേ അല്ലേ? വരാതെ ചൂടുണ്ടാവും. അപ്പോ അള്ളാഹു വെച്ച വലിയൊരു സംവിധാനമാണ് എന്ത് ഭൂമി 8 മിനിറ്റ് അപ്പുറത്തെ കൊണ്ടുപോയി വെച്ചപ്പോ 8 മിനിറ്റ് പരിസരത്ത് വേറെ ഏതെങ്കിലും സൂര്യൻ ഉണ്ടോ? ഇല്ല. 8 മണിക്കൂർ അപ്പുറത്ത് വേറെ സൂര്യന്മാരുണ്ടോ? ഇല്ല. 8 ആഴ്ചക്ക് അപ്പുറത്ത് വേറെ സൂര്യന്മാരുണ്ടോ? 8 മാസത്തിന്റെ അപ്പുറത്ത് വേറെ സൂര്യന്മാരുണ്ടോ?
ഇല്ല. 8 വർഷത്തിന്റെ അപ്പുറത്താണ് നമ്മൾ നേരത്തെ കണ്ട സീരീസ് എന്ന് പറയുന്ന നക്ഷത്രം. ആ വർഷം എന്നൊക്കെ പറയുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പോകുമ്പോഴുള്ള ദൂരം ഇൻഡു കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഇതല്ല. അത്രയും 8 വർഷത്തിന്റെ അപ്പുറത്താണ് ഇങ്ങനെ സൂര്യൻ കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും തിരക്കമുള്ള നക്ഷത്രത്തെ തമ്മിലുള്ള ദൂരം. അപ്പൊ ആ പരിസരത്തൊന്നും അള്ളാഹു ചെയ്തില്ല, വേറൊരു നക്ഷത്രങ്ങളെയും കൊണ്ടുവച്ചില്ല എന്നുള്ളത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. ശരിയല്ലേ? ഒന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞോക്കി. പറയും സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്, ഓരോന്നിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ അത്ഭുതങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ശരി, രാവിലെ കുറിച്ച് പകലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, സൂര്യനെ കുറിച്ച് ചന്ദ്രനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. ഇത് വലിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് വിഷയങ്ങൾ സെപ്പറേറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓൺലൈൻ കോഴ്സ് ഒരു 5-6 ബാച്ച് ആയിട്ട് നടത്തി കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് വന്നു മുതൽ കോഴ്സ് ആയിട്ട് ആരെങ്കിലും മുതിർന്നവർക്കോ ഒക്കെ ഓൺലൈൻ കോഴ്സിൽ ഓരോ വിഷയത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണെങ്കിൽ നമ്മുടെ പിന്നെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നിർത്തുകയാണ്. പിന്നെ ഇനി നിങ്ങളുടെ അവസരങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യാം, പിന്നെ പഠിക്കുക, കൂടുതൽ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ബോയ്സ് ഗേൾസിന് കുറച്ച് ആളുകൾ ഫീഡ്ബാക്ക് പറയണം. അന്നത്തെ സെഷനിൽ നിന്ന് കിട്ടിയിരുന്നു സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് പിന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. രക്ഷിതാക്കളും മറ്റു ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അല്ല ജസ്റ്റ് കേട്ടോ മടിയൊക്കെ വന്നിട്ടോ. നല്ല ചോദ്യം. ഇവന്റെ ചോദ്യം എന്താ വെച്ചാല്, സൂര്യന് കറങ്ങുന്നുണ്ട്, ഭൂമി കറങ്ങുന്നുണ്ട്. അപ്പൊ എങ്ങനെ പകലൊക്കെ റെഡിയാകുന്നില്ല. ഈ സൂര്യന്റെ കറക്കം നമ്മൾ അറിയുന്നില്ല. സൂര്യനും ഭൂമിയും ഒന്നിച്ചാണ് കറങ്ങുന്നത്. ഇപ്പൊ ഭൂമി കറങ്ങുന്നത് നമ്മൾ അറിയുന്നത് അപ്പൊ കാരണം നമ്മളുടെ അന്തരീക്ഷം അടക്കം ഒന്നിച്ചാണ് കറങ്ങുന്നത്. എപ്പോഴും ചിലപ്പോ കത്തിക്കൊള്ളുന്നില്ല. ഭൂമി ഇങ്ങനെ കറങ്ങണേപ്പോ ആകാശത്ത് കുറച്ചിനെ കയറിയില്ല. വിമാനം പോണില്ലേ, അതേപോലെ വിമാനത്തിൽ പോയി തൂങ്ങിന്നാല് പിന്നെ ഭൂമി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നേരെ ചെയ്താൽ മതി. രണ്ടൊക്കെ ചടിയല്ലേ അതല്ലേ അതൊക്കെ ഇതേപോലെയാണ്. അതിന്റെ സംഭവിച്ചാല് എന്തായാലും ഉത്തരം കാര്യം പറയാൻ പറ്റുമോ? എങ്ങനെ ആർക്കെങ്കിലും കൃത്യമായ ഉത്തരം പറയും? കൺഫ്യൂഷൻ തോന്നിയോ? കൺഫ്യൂഷൻ തോന്നിയോ? ആകാശത്തിന് ഭൂമി ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയ പോലെ എന്താ പിന്നെ ഈ സ്പേസും കൂടി കറങ്ങണ്ട, നമ്മൾ അറിയത്തില്ല. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല. സിമ്പിൾ ഉദാഹരണം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതിനെ പറ്റി നല്ലൊരു ഉദാഹരണം. നിങ്ങള് കാറിൽ പോയില്ലേ? കാറിൽ പോകുന്ന സമയത്ത് ഈച്ച കാറിന്റെ സീറ്റ് ഇരിക്കാൻ വിചാരിക്കുക. കാറ് പോണെങ്കിൽ ഈച്ച പാറിയിട്ട് നമ്മുടെ തലമൊന്നിരിക്കും. അല്ലെങ്കിൽ കാറിന് എടുക്കാവും. ശരിക്കും എന്താ സംഭവിക്കണ്ടേ? ഈച്ച നേരെ പുറം പോയി ഇരിക്കണ്ടേ? ഇരിക്കണ്ടോ? ഈച്ചയെ സംബന്ധിച്ചിടത്തോളം അറിയുന്നില്ല നമ്മൾ ഈ കാർ പോകണം. കാരണം ഈച്ച എന്ത് ചെയ്യുന്നു, തലമന്ന് നമ്മുടെ സ്റ്റെയറിംഗ് ഒന്ന് ഇരുന്നാലും ഈച്ചക്കൊന്നും സംഭവിക്കില്ല. കാരണം ഈ സ്പേസ് അടക്കാണ് സഞ്ചരിക്കുന്നത്. ഈ ഈച്ചയെ പോലെ തന്നെയാണ് ഭൂമിയിലെ മനുഷ്യനും. ഈ സഞ്ചാരം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ സൂര്യനും സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ ഈ ഭൂമി ഒന്നടക്കാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് അറിയാം. ഓക്കെ, ഇനി ഫീഡ്ബാക്ക് പറഞ്ഞോളൂ. ബാക്കി നമുക്ക് ഈ സംശയങ്ങൾ ഇപ്പോഴാണ് അടുത്തേക്ക് പൊട്ടിമുളച്ച് വരുന്നത്. നമുക്ക് പിന്നീട് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇത് ഒന്നുകൂടി ചോദിക്കണ്ടോ അല്ലേ? ഇപ്പൊ 6 മാസത്തിലാവുമ്പോൾ പണിക്കോസൊക്കെ അത് ധ്രുവ പ്രദേശങ്ങളിൽ അങ്ങനെയുണ്ട്. ധ്രുവ പ്രദേശങ്ങളിൽ അങ്ങനെയുണ്ട്. ചിലപ്പോ ഈ അതൊരു കോമൺ പാറ്റേൺ വ്യത്യസ്തമായിക്കൊണ്ട് ചില പ്രത്യേകത 3 മണിക്കൂർ മാത്രം പകലിന്റെ സ്ഥലങ്ങളാണ് എക്സെപ്ഷനാണ്. ഓക്കെ, ഇവിടെ ഫീഡ്ബാക്കിന്റെ സമയമാണ്. നിങ്ങളുടെ പിന്നെ സെഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് തന്നെ പറഞ്ഞു. എന്ത് പഠിക്കാൻ പറ്റി ഇവിടെ പഠിച്ചോ? സെഷനെ കുറിച്ച് ഒരു അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ
പറയാം. ഇതേപോലെ ഉഷാറായി പറയാം. ഓക്കെ പറയാ പറഞ്ഞിട്ടുണ്ടാവും. പറയാ പറയുന്നത് വോയിസ് അറിയുന്നത് മടിയൊന്നുമില്ല. പറയാ പറയും. ഓക്കെ മടിയിട്ട് പറഞ്ഞോ. ക്ലാസ് ഒക്കെ ഈ സെഷനെ കുറിച്ച് നിങ്ങളുടെ ക്ലാസ്സിൽ വന്നോണ്ട് ഒരുപാട് അറിവുകൾ കിട്ടി. ഈ ഭൂമി ഒരുപാടുണ്ട്. നമ്മളൊന്നും ഒന്നല്ല തോന്നുന്നതാണ് ഭൂമിയിൽ നിൽക്കുമ്പോൾ. ഒരുപാട് അറിവുകൾ കിട്ടി ഭൂമിയെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ. അടുത്ത വോയിസ് ആരെങ്കിലും പറയണം. നമുക്ക് ഖുർആന്റെ വരെ ആയത്തുകളുടെ ഉള്ളിലേക്ക് പോകാനുള്ളവര് അല്ലേ? ഓക്കെ നമുക്ക് ഇനി അവസാനിപ്പിക്കാം. പിന്നെ ആരെങ്കിലും വോയിസ് അറിയണ്ടോ? ഓക്കെ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ ഏകദേശം നിങ്ങളുടെ കിസിനെ കുറിച്ചുള്ള പ്രസന്റേഷൻ നല്ലൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസൈറ്റ് 2024 ഇൻസൈറ്റ് 2024 ഭാഗമായിട്ട് 3 ക്ലാസ്സുകൾ നമുക്ക് കഴിഞ്ഞു. ഈ 3 ക്ലാസ്സുകൾ നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ക്ലാസ് എല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഭാഗമായി നിന്നിട്ടുണ്ട്. വെറുതെ കേട്ട് പോരല്ലോ, എന്ത് നടക്കണം? ക്യൂസ് ആണ്. നേരത്തെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം നമുക്ക് ഇൻസൈറ്റ് 2024 ക്യൂസ് നടത്തും. അപ്പൊ ക്യൂസിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ട്രയൽ നടത്തും. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടാവും. സ്പീഡിൽ നിൽക്കുന്നുണ്ടോ? ഓൺലൈൻ ആയതുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക്. പിന്നെ ക്യൂസ് എങ്ങനെയാണ് ഓപ്പൺ ആക്കേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 4 അല്ലെങ്കിൽ 5 ഓപ്ഷൻസുകൾ ഉണ്ടാവും. അതിൽ നിന്നൊരു റൈറ്റ് ആൻസർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് മൊബൈലിലും അതേപോലെ തന്നെ വീട്ടിലെ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾക്ക് വെബ് ആപ്ലിക്കേഷന്റെ കാര്യം എന്താ? യൂസർ നെയിം പാസ്വേഡ് വേണം അല്ലെ? അപ്പൊ ഞാൻ ഈ പേര് വിളിക്കുന്ന ആളുകളുണ്ട്, നിശ്ചയപ്പെട്ടിട്ട് ഞാൻ